ബിഗ് ബോസ് മലയാളത്തിന്റെ പ്രേക്ഷകരൊക്കെ സീസൺ 7 വേണ്ടി കാത്തിരിക്കുകയാണ്. അതായത് ഏതൊക്കെ സീസൺ കഴിഞ്ഞാലും അതിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് എന്തൊക്കെ പാർഷ്യാലിറ്റികൾ ഉണ്ടെങ്കിലും പ്രേക്ഷകർ എന്തൊക്കെ പ്രശ്നങ്ങളും എന്തൊക്കെ കോൺട്രാവേഴ്സികൾ ആ ഒരു സീസൺ കഴിയുമ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുറേ പ്രേക്ഷകർ ഇനി കാണില്ല. അതുപോലെ കുറേ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നാലും സോഷ്യൽ മീഡിയയിലൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു സീസൺ കഴിയുമ്പോൾ അടുത്ത സീസണിലേക്കായിട്ടായിരിക്കും ബിഗ് ബോസിന്റെ പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുന്നത്. അടുത്ത സീസൺ വേണ്ടിയിട്ടായിരിക്കും എല്ലാവരും കാത്തിരിക്കുന്നത്. അപ്പം ഏകദേശം നമുക്ക് എല്ലാവർക്കും അറിയാം സീസൺ 7 ഉടനെ തന്നെ എത്താൻ പോകുകയാണ്. ഉടനെ തന്നെ എന്ന് പറയുമ്പോൾ മാസങ്ങൾ ഒത്തിരി ഉണ്ട്, എന്നാൽ പോലും അതൊക്കെ പെട്ടെന്ന് തന്നെ പോകും. ഇതിപ്പോൾ നവംബർ ആണ്, ഇനി ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഈ ഒരു ഫെബ്രുവരി അവസാനം മാർച്ച് മിഡോട് കൂടിയൊക്കെ ആയിരിക്കണം ബിഗ് ബോസ് തുടങ്ങുന്നത്. ഇതുവരെയും ഡേറ്റിൻ്റെ കാര്യത്തിൽ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. കുറച്ച് റൂമറുകളും കാര്യങ്ങളും കേട്ടിരുന്നു. ഞാനൊരു മുൻ വീഡിയോകളിലും പറഞ്ഞിരുന്നു ഈ ഒരു സീസണിൽ ലാലേട്ടൻ ഹോസ്റ്റായിട്ട് എത്തുമോ. അപ്പോൾ പുറത്തൊക്കെ സംസാരമുണ്ട്, ലാലേട്ടൻ മാറുകയാണ്, ബിഗ് ബോസിൽ നിന്ന് പിന്മാറുകയാണ്, പുതിയൊരു ഹോസ്റ്റിനെ ബിഗ് ബോസ് ടീം മലയാളത്തിലേക്ക് തേടിക്കൊണ്ടിരിക്കുകയാണ്. തമിഴിലൊക്കെ പുതിയൊരു ഹോസ്റ്റ് വന്നതുകൊണ്ട് തന്നെ മലയാളത്തിലും പുതിയൊരു ഹോസ്റ്റ് വന്നേക്കാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ ലാലേട്ടനാണെന്നുണ്ടെങ്കിലും അടുത്ത വർഷങ്ങളിൽ നമ്മുടെ എമ്പുരാൻ്റെ ഷൂട്ടിംഗ്, അതുപോലെ തന്നെ പല മൂവികളുടെ ഷൂട്ടിങ്ങുമായിട്ട് നല്ലൊരു തിരക്കിലേക്കായിരിക്കും. അതുകൊണ്ട് ലാലേട്ടൻ ഈ ഒരു സീസൺ 7 നിന്നും താൽക്കാലികമായി പിന്മാറും, അല്ലെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിൽ നിന്ന് തന്നെ മലയാളം ബിഗ് ബോസിൽ നിന്ന് തന്നെ മാറുകയാണ് എന്നൊക്കെ ഒരു ന്യൂസും കാര്യങ്ങളും ഒക്കെ പുറത്ത് നടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ഒഫീഷ്യലായിട്ട് അങ്ങനെ ഒരു അറിയിപ്പുകളോ കാര്യങ്ങളോ ഒന്നും ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ അതിനകത്ത് നിന്നും ഇതുവരെയും ലാലേട്ടനല്ല മറ്റൊരു ഹോസ്റ്റ് വരുന്നു എന്നതിനെ പറ്റിയും ഒരു കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. കാരണം ഒരു ലേഡി ഹോസ്റ്റ് മമത മോഹൻദാസിനെ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ പല നമ്മുടെ മലയാളം ആക്ട്രസ് ആയിട്ടുള്ള പല ആൾക്കാരുടെ പേരും കേൾക്കുന്നുണ്ടായിരുന്നു. ആക്ടർമാരായിട്ടുള്ള പലരുടെ പേരും, പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, ജയറാം, അതുപോലെ പല ആൾക്കാരുടെ പേരും കേൾക്കുന്നുണ്ടായിരുന്നു. മോഹൻലാലിന് പകരം ഇങ്ങനെ ഒരാളായിരിക്കും വരുന്നത് എന്നൊക്കെ. എന്തായാലും നിലവിൽ ഒഫീഷ്യലായിട്ട് ലാലേട്ടൻ തന്നെയാണ് വരാൻ പോകുന്ന ബിഗ് ബോസിലും ഹോസ്റ്റായിട്ട് എന്നാണ് അറിയുന്നത്. അല്ലെങ്കിൽ ബിഗ് ബോസ് ടീം ലാലേട്ടനെ തന്നെ നിലനിർത്താനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ ഒരു സീസണോടുകൂടി, സീസൺ 6 കഴിഞ്ഞതോടുകൂടി ബിഗ് ബോസുമായിട്ടുള്ള 6 വർഷത്തെ കോൺട്രാക്റ്റും കാര്യങ്ങളും ലാലേട്ടൻ്റെയും കഴിഞ്ഞിരിക്കുന്നു. അപ്പം പുതിയൊരു കോൺട്രാക്റ്റും കാര്യങ്ങളും പുതുക്കിയിട്ടില്ല എന്നാണ് അറിയുന്നത്. അത് പുതുക്കും ലാലേട്ടൻ തന്നെയാണെന്നാണ് അറിയുന്നത്. ഇനി എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അല്ലെന്നുണ്ടെങ്കിൽ വരുന്ന മാസത്തിൽ തന്നെ അറിയാൻ സാധിക്കും. കാരണം അടുത്ത സീസണുള്ള തുടക്കമായി, ഹോസ്റ്റിൻ്റെ കാര്യങ്ങളും എല്ലാം റെഡിയാക്കണം. അപ്പോൾ എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ അതിനെപ്പറ്റി കറക്റ്റായിട്ടുള്ള ഒരു അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടും. നിലവിൽ ലാലേട്ടൻ അല്ല എന്നൊരു കാര്യങ്ങളിൽ ഒഫീഷ്യലായിട്ട് അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല. അടുത്തത് നമ്മുടെ വെന്യൂ, ഏത് സെറ്റിലായിരിക്കും ബിഗ് ബോസ് സീസൺ 7 മലയാളം നടക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചൊരു ഭയങ്കരമായിട്ടുള്ള ഡൗട്ടുണ്ട്. കാരണം നമുക്കറിയാം സീസൺ 1 മുതൽ മുംബൈയിലാണ് നടന്നത്, 2ഉം 3ഉം ചെന്നൈയിൽ നടന്നു, അത് പാളിപ്പോയി. പിന്നെ നമ്മുടെ 4 മുംബൈയിൽ നടന്നു, 5 മുംബൈയിൽ നടന്നു. 6ാമത്തെ സീസൺ നമുക്കറിയാം ചെന്നൈയിലാണ് നടന്നപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് ഒരു എന്താ പറയുന്നത്, ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകും. കാരണം നമുക്ക് ചെന്നൈയും നമ്മുടെ ബിഗ് ബോസ് മലയാളവുമായിട്ട് അത്ര ഒരു ചേർച്ച ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇടയ്ക്ക് വെച്ച് നിർത്തി പോകേണ്ട ഒരു അവസ്ഥ വന്നില്ല, വലിയ കുഴപ്പമില്ലാതെ ആ ഒരു സീസൺ അവസാനിപ്പിച്ചു. ബട്ട് ആ ഒരു സീസൺ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയിട്ടില്ല. പ്രേക്ഷകരുടെ മനസ്സിൽ ആ ഒരു സീസണെ കുറിച്ചൊരു ബാഡായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും അല്ലെന്നുണ്ടെങ്കിൽ മികച്ചത് എന്ന് പറയാനോ പ്രേക്ഷക മനസ്സുകളിൽ ഒരു ചലനം സൃഷ്ടിക്കാനോ സീസൺ 6 സാധിച്ചിട്ടില്ല. പക്ഷേ ഒരു TRP കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ബിസിനസ് പരമായി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും സീസൺ 5ഉം 6ഉം നല്ല മികച്ച രീതിയിൽ തന്നെ നിന്നു. പക്ഷേ പ്രേക്ഷകരുടെ മനസ്സിൽ അതൊരു മികച്ച സീസൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീസൺ 5 ആയിരുന്നു ഏറ്റവും മോശം സീസൺ അതുവരെ ഉണ്ടായിരുന്നു. എന്നാൽ സീസൺ 6 വന്നതിന് ശേഷം ഏറ്റവും മോശമായിട്ടുള്ള ഒരു സീസൺ എന്ന് പറയുന്നത് സീസൺ 6 ആയി മാറിയിരിക്കുകയാണ്. ബിസിനസ് പരമായി മുൻപന്തിയിൽ നിൽക്കുമ്പോഴും പ്രേക്ഷകരുടെ മനസ്സിലൊരു ചലനം സൃഷ്ടിക്കാൻ സാധിക്കാതെ പോയിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു സീസൺ 6. സോഷ്യൽ മീഡിയകളിൽ കുറച്ച് നെഗറ്റീവ് ചർച്ചകളും കാര്യങ്ങളും വന്ന് ബിസിനസ് കയറി എന്നല്ലാതെ മികച്ചൊരു സീസൺ അല്ലെങ്കിൽ മികച്ച രീതിയിൽ നടന്ന ഒരു സീസൺ, മികച്ച ടാസ്കുകൾ, മികച്ച ഗെയിമുകൾ, കണ്ടസ്റ്റൻസിൻ്റെ മികവ് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അട്ടർ ഫ്ലോപ്പ് തന്നെയായിരുന്നു സീസൺ 6. അപ്പോൾ സീസൺ 7 ഒരു മികച്ച രീതിയിൽ കൊണ്ടുവരാനായിരിക്കും ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകരുടെ ശ്രമം. അപ്പം ഓടിച്ചാടി ഒന്നും ചെയ്യില്ല എന്ന് കരുതാം. ഈ ഒരു സീസൺ 8 തമിഴ് ബിഗ് ബോസ് ഓൾറെഡി ഒരു അട്ടർ ഫ്ലോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നമ്മുടെ മേക്കേഴ്സ് ആയിട്ടുള്ളവർ ക്രിയേറ്റീവ് ഡയറക്ടറെ തന്നെ മാറ്റി പുതിയ ഡയറക്ടറെയൊക്കെ കൊണ്ടുവന്ന് സെക്കൻഡ് ഹാഫ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ കൊണ്ടുവന്ന ബോയ്സ് വേഴ്സസ് ഗേൾസ് എന്ന തീം തന്നെ മൊത്തത്തിൽ പാളിപ്പോയി. ആ തീം തന്നെ എടുത്തു കളഞ്ഞിട്ടാണ് ഇപ്പോൾ തമിഴ് ബിഗ് ബോസ് സീസൺ 8 നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു തീം ചിലപ്പം മലയാളത്തിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ഒരു ഫ്ലോപ്പ് ആയതുകൊണ്ട് ഇനി മലയാളത്തിൽ ആ ഒരു തീം കൊണ്ടുവരുമോ, മറ്റൊരു തീം ആയിരിക്കുമോ എന്നത്
എന്നതിനെക്കുറിച്ച് ഒരു സംശയമുണ്ട്. എന്താണെങ്കിലും നമുക്ക് കാത്തിരുന്ന് കാണാം. ബോയ്സ് വേഴ്സസ് ഗേൾസ് എന്നത് ഈ മലയാളത്തിൽ കൊണ്ടുവരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഓൾറെഡി തമിഴിൽ ഫ്ലോപ്പായി പോയി. കഴിഞ്ഞ സീസണും അതുപോലെ തന്നെ പവർ ഹൗസ് കാര്യങ്ങൾ മറ്റു ലാംഗ്വേജുകളിൽ ഫ്ലോപ്പായി പോയിട്ടുള്ള ഒരു തീം കൊണ്ടുവന്ന് മലയാളത്തിൽ നടത്തി വീണ്ടും അതിലൊരു അട്ടർ ഫ്ലോപ്പ് സൃഷ്ടിക്കുക അല്ലാതെ വേറെ പ്രത്യേകിച്ചൊരു ഡിഫറൻസും കൊണ്ടുവരാൻ ബിഗ് ബോസിൻ്റെ ടീമിന് സാധിച്ചിട്ടില്ല. അപ്പം തമിഴിൽ ഇങ്ങനെ ഒരു ഫ്ലോപ്പ് വന്ന സ്ഥിതിക്ക് മലയാളത്തിൽ അത് കൊണ്ടുവരാതെ ഇരിക്കുന്നത് തന്നെയായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. ഇപ്പം തമിഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, ഹിന്ദിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒക്ടോബറിലാണ് രണ്ടും തുടങ്ങിയത്. അത് തീർന്നു വരുമ്പോഴത്തേനും ജനുവരി അവസാനവും ഫെബ്രുവരി ആവും. ഹിന്ദി തീരുമ്പോഴത്തേനും ഫെബ്രുവരി ആവും. അതുപോലെ തന്നെ നമ്മുടെ തമിഴ് തീരുമ്പോൾ ജനുവരി അവസാനമാവും. അപ്പം നമ്മുടെ ഫെബ്രുവരി അവസാനം അല്ലെന്നുണ്ടെങ്കിൽ മാർച്ച് ആദ്യ ആഴ്ചയിലേക്കാണ് തുടങ്ങുന്നത് എങ്കിൽ ഈ സെറ്റും കാര്യങ്ങളും പൊളിച്ച് പുതിയൊരു സെറ്റ് ഇടാനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പം ചെന്നൈയിൽ നടത്താൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. മുംബൈയിൽ നമ്മുടെ ഹിന്ദി ബിഗ് ബോസ് നടക്കുന്നിടത്ത് നടത്താൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം എനിക്കും പേഴ്സണലി നമ്മുടെ ചെന്നൈ സെറ്റുമായിട്ട് വലിയ താല്പര്യമില്ല. ഒരു ചെറിയ സെറ്റാണ്. പ്രത്യേകിച്ചൊരു കാണാനും ഒരു ഭംഗിയൊന്നുമില്ല ചെന്നൈയിൽ സെറ്റിൽ. നമ്മുടെ മുംബൈ ഏതെങ്കിലും ഒരു സെറ്റ് തന്നെയാണ് എനിക്കും കുഴപ്പമില്ല എന്ന് തോന്നുന്നത്. നമ്മുടെ ഹിന്ദി സെറ്റും ഈ പറയുന്നത് പോലെ ഒരു രീതിയിൽ മലയാളം ബിഗ് ബോസിന് ഈ പ്രാവശ്യം അവൈലബിൾ ആയി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരും ഈ പറയുന്ന പോലെ ഫെബ്രുവരിയൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ നമുക്കത് പൊളിച്ച് പുതിയൊരു സെറ്റ് ഇടാനുള്ള സമയമൊന്നും കിട്ടിയെന്ന് വരത്തില്ല. അപ്പം ചെന്നൈയും സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മറാഠി സെറ്റ്, അതായത് നമ്മുടെ സീസൺ 5 അഖിൽമാരാരുടെയൊക്കെ സീസൺ നടന്ന ആ ഒരു സെറ്റിലേക്ക് മാറാനുള്ള സാധ്യതകളുണ്ട്. അപ്പം അത് മാത്രമാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. മിക്കവാറും അവിടെ ആയിരിക്കും ഈ ഒരു സീസൺ 7 നടക്കാൻ പോകുന്നത്. അവിടെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു സെറ്റാണ്. നല്ല കാണാനും കുഴപ്പമില്ല, അത്യാവശ്യം സ്പേസിങ്ങും കാര്യങ്ങളും ഉണ്ട്. അതിനകത്ത് നല്ലൊരു സ്പേസ് ഉണ്ട്. നല്ലൊരു സെറ്റ് റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണുന്ന പ്രേക്ഷകർക്ക് തന്നെ ഒരു ഭംഗിയൊക്കെ തോന്നും. അപ്പം നമുക്ക് നോക്കാം. സെറ്റിൻ്റെ കാര്യത്തിലും ഇതുവരെയും ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. കഴിഞ്ഞ ഒരു സീസൺ തുടങ്ങുമ്പോൾ ഏകദേശം ഒക്ടോബർ അവസാനം നവംബർ ആയപ്പോഴത്തേനും നമുക്കൊരു കൺഫർമേഷൻ ഏകദേശം കിട്ടിയിരുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 6 എവിടെയാണ് നടക്കാൻ പോകുന്നത് എന്ന്. എന്നാൽ ഈ ഒരു സീസൺ 7 ഇതുവരെയും ഒരു അറിയിപ്പോ കൺഫർമേഷനോ ഒന്നും കിട്ടിയിട്ടില്ല. അതെന്തുകൊണ്ടാണ് അവർ സീക്രട്ടായിട്ട് വെക്കുന്നത് ആണോ എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം എല്ലാം സീക്രട്ടാക്കി വെച്ച് ഭയങ്കര സീക്രട്ടൊക്കെ കീപ്പ് ചെയ്ത് സീസൺ 6 തുടങ്ങി. പക്ഷേ തുടങ്ങിക്കഴിഞ്ഞപ്പോഴെല്ലാം അവൈലബിൾ ആയിരുന്നു. വിത്തിൻ സെക്കൻഡ്സുകളിലാണ് എല്ലാ കാര്യങ്ങളും പുറത്തു വന്നുകൊണ്ടിരുന്നത്, എല്ലാ കാര്യങ്ങളും ലീക്ക് ആയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്നിട്ട് സീസൺ ആണെന്നുണ്ടെങ്കിൽ വിജയിച്ചോ, അതുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഈ ഒരു സീസൺ എങ്ങനെ കൊണ്ടുവരുമെന്ന് അറിയത്തില്ല. എന്താണെങ്കിലും ഹോസ്റ്റായിട്ടുള്ള ലാലേട്ടൻ്റെ കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. ലാലേട്ടൻ മാറുന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. നിലവിൽ അതാണ് അറിയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വെന്യൂ എവിടെയാണ് സെറ്റ് എന്നുള്ളതിനെക്കുറിച്ചും പ്രത്യേകിച്ച് ഒരറിയിപ്പുകളും ഇതുവരെ ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല. അതുപോലെ തന്നെ ഒരു കൺഫർമേഷനും വന്നിട്ടില്ല. സാധ്യതകൾ കൂടുതൽ മറാഠി സെറ്റിനാണ്. പിന്നെ അടുത്തത് ഈ ഒരു സീസൺ 7ലേക്കുള്ള ഓഡീഷനും കാര്യങ്ങളും നടക്കുന്നുണ്ടെന്നും വിളിച്ചു തുടങ്ങിയില്ല എന്നുമൊക്കെ കേൾക്കുന്നുണ്ട്. എന്നാൽ ഒഫീഷ്യലി ഇതുവരെയും അതിനെക്കുറിച്ച് ഒരു അറിയിപ്പുകളും അവിടെ നിന്നും കിട്ടുന്നില്ല. എന്നാൽ പല ഓഡീഷൻസ് ഒക്കെ ചെറിയ രീതിയിലൊക്കെ നടന്നു തുടങ്ങുന്നുണ്ട്. എന്നാൽ താല്പര്യമുള്ളവരൊക്കെ ബിഗ് ബോസ് ടീമുമായിട്ട് കോൺടാക്ട് ചെയ്തൊക്കെ തുടങ്ങിയെന്നാണ് അറിയുന്നത്. പക്ഷേ ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്നും ഒരു കോൾ ഓഡീഷനോ കാര്യങ്ങളോ ഒന്നും, വീഡിയോ കോളോ അല്ലെന്നുണ്ടെങ്കിൽ ഓഡിയോ കോളോ ആയിട്ടുള്ള ഒരു എൻക്വയറീസും കാര്യങ്ങളും നടക്കുന്നില്ല എന്നാണ് അറിയുന്നത്. മേ ബി അടുത്ത മാസത്തോടെ നടത്താൻ തന്നെയായിരിക്കും. അടുത്ത മാസത്തോടെ എന്താണെങ്കിലും തുടങ്ങുമെന്ന് തന്നെ നമുക്ക് കരുതാം. അപ്പോൾ അതിനെക്കുറിച്ചും കൂടുതൽ അപ്ഡേറ്റുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് സീസൺ 7 ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റുകളെക്കുറിച്ച് ഇപ്പോൾ പറയാനുള്ളത്. അപ്പം എല്ലാം സീക്രട്ടായിട്ട് തന്നെയാണ് ഈ ഒരു സീസണിലും വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറം ഒരു സംഭവം ബിഗ് ബോസ് മലയാളം സീസൺ 7ൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒന്നും തന്നെ കിട്ടുന്നില്ല. ഇത്രയൊക്കെയാണ് നിലവിൽ നമുക്കറിയാൻ സാധിച്ചത്. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും അപ്ഡേറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റൊരു വീഡിയോയിൽ കാണാം.